സിറാജ് ലൈവിലേക്ക് സ്വാഗതം. അങ്ങനെ ഇതാ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്ര ഇപ്പോൾ പാലക്കാട്ടാണ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട്ടാണ് ഈ പ്രചാരണം നടക്കുന്നത്. പാലക്കാട്ട് ഒറ്റപ്പാലത്താണ് സ്വീകരണ കേന്ദ്രം. അവിടേക്ക് പാലക്കാട്ടെ മാളിയേക്കൽ നഗറിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ആ യാത്രയാണ് ഇപ്പോൾ ഈ നഗരവീഥികളെ ധന്യമാക്കി ഞങ്ങൾക്ക് പിന്നാലെ കടന്നു വരുന്നത്. ബിജു, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഉജ്ജ്വല പാരമ്പര്യമുള്ള മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്ന് ഉജ്ജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷമാണ് ഈ ജാഥ പാലക്കാടിൻ്റെ മണ്ണിലേക്ക് കടന്നു വരുന്നത്. പാലക്കാടിൻ്റെ മണ്ണ് സാഹിത്യങ്ങളുടെ കൂടി മണ്ണാണ്. ഖസാക്കിന്റെ ഇതിഹാസം എന്ന ലോകോത്തരമായ നോവലിന്റെ മണ്ണാണ് പാലക്കാട്. അതെ, ഈ പ്ലക്കാർഡുകളിൽ കുട്ടികൾ പറയുന്നത് പോലെ ചൂടേറിയ പാലക്കാടിന് കുളിർമ പെയ്യുകയാണ് കേരള യാത്ര. ഇതാ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന മൂന്നാം കേരള യാത്ര ഒറ്റപ്പാലത്തിന്റെ മണ്ണിലേക്ക് കടക്കുമ്പോൾ വൻ ജനസാഗരം തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ 2 ദിവസം മലപ്പുറത്ത് കണ്ടതുപോലെ ഒരു കാഴ്ച ഇതാ പാലക്കാടിന്റെ മണ്ണ് ഒരുക്കി വെച്ചിരിക്കുന്നു. ഈ നഗരവീഥികളിൽ ഉസ്താദിനെ കാത്ത് തൂവള്ള വസ്ത്രധാരികളായ കുട്ടികൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ഇതെന്തൊരു മനോഹരമായ കാഴ്ചയാണ്. ബിജു, പരിസ്ഥിതി പ്രാധാന്യമുള്ള വലിയ മണ്ണാണ് പാലക്കാടിൻ്റെത്. പറമ്പിക്കുളത്തിൻ്റെയും മലമ്പുഴ അണക്കെട്ടിൻ്റെയും അതുപോലെ തന്നെ സൈലന്റ് വാലിയുടെയും മണ്ണ്, അവിടെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരുടെ മണ്ണ്, കാർഷിക ഭൂമിയായ മണ്ണ്. അവിടുത്തെ മനുഷ്യർ അവരുടെ ഹൃദയം കൊണ്ട് ഈ ജാഥയെ വരവേൽക്കുകയാണ്. ആ ആവേശകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ പാലക്കാടിന്റെ തെരുവീജികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കേരള യാത്ര ഇതാ കടന്നു വരുന്നു. കേരള യാത്രയാണ് ഇപ്പോൾ ഒറ്റപ്പാലം നഗരത്തേക്ക് തഴുകിത്തലോടി കടന്നു പോകുന്നത്. കാന്തപുരം ഉസ്താദ്, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി, ഇന്ത്യയുടെ സുൽത്താൻ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്രയുടെ പ്രയാണമാണിപ്പോൾ ഒറ്റപ്പാലം വഴി കടന്നു പോകുന്നത്. ഒറ്റപ്പാലത്തൊരുക്കിയ EK ഹസൻ മുസ്ലിയാർ നഗരി ലക്ഷ്യമാക്കിയാണ് ഈ യാത്ര. ഈ യാത്രയുടെ മുൻനിരയിൽ ഇവിടുത്തെ ജില്ലാ നേതാക്കളെ കാണാം. അതിന് പിന്നാലെ ഓരോ വാഹനങ്ങളിലായി നമ്മുടെ നേതാക്കൾ ഉണ്ടാകും. അവർ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള നേതാക്കൾ ഈ യാത്രയിലുണ്ട്. പേരോട് ഉസ്താദും ഖലീൽ തങ്ങളും അടക്കമുള്ള നേതാക്കൾ ഈ യാത്രയിലുണ്ട്. അവരെ കാണാനുള്ള കാത്തിരിപ്പാണ് ഇത്. അവർക്കായി അവരെ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണിത്. ഇതാ ഒറ്റപ്പാലത്തിന്റെ മണ്ണിലൂടെ യാത്ര കടന്നു പോകുന്നു. മലപ്പുറത്തെത്തിയപ്പോൾ നമ്മൾ കരുതിയത് ഏറ്റവും വലിയ ജനപ്രവാഹം മലപ്പുറത്തായിരിക്കുമെന്നാണ്. എന്നാൽ മലപ്പുറത്തെ ജനപ്രവാഹത്തെ പോലെ അമ്പരപ്പിക്കുന്ന തരത്തിൽ പേരോട് ഉസ്താദിന്റെ വാഹനമാണ് ഇപ്പോൾ ഈ യാത്രയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഖലീൽ തങ്ങളുടെ വാഹനം തൊട്ടുമുന്നേ കടന്നുപോയി. മറ്റു നേതാക്കൾ അബു ഹനീഫ് അൽ ഫൈസി, തന്നല, ഷറഫുദ്ദീൻ ജബലുല്ലൈലി തങ്ങൾ, അതുപോലെ ഓരോ നേതാക്കൾ, ഇവിടുത്തെ നേതാക്കളുടെ എല്ലാം വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നു. ഉസ്താദിന്റെ വാഹനമാണ് മുന്നിൽ കടന്നുപോയത്. അതാ ഈ വാഹന നിര കടന്നുപോയി കഴിഞ്ഞാൽ പതിവ് പോലെ നമുക്ക് സെന്റനറി ഗാർഡിനെ കാണാൻ കഴിയും. അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഇവിടെ ഈ റോഡിനിരുവശവും കൂടി നിൽക്കുന്ന മനുഷ്യർ. കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ഈ യാത്ര ആരംഭിച്ചിട്ട് ഇന്ന് 9 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 9ാമത്തെ ദിവസം ഇന്ന് പാലക്കാടിന്റെ മണ്ണിലെത്തുമ്പോൾ ആവേശം ഇരട്ടിക്കുകയാണ്. 9 ദിവസങ്ങൾ കൊഴിഞ്ഞുപോയത് ആവേശക്കടലിൽ നമ്മൾ അറിഞ്ഞിട്ടേയില്ല. അത്രയേറെ ആവേശത്തോടെ ഒട്ടും വിരസമല്ലാതെ ഈ യാത്ര കേരളത്തിന്റെ നഗരവീഥികളിലൂടെ കടന്നു പോവുകയാണ്. ഇതാ നഗരവീഥികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് കേരള യാത്ര കടന്നു പോവുകയാണ്. ആവേശത്തിന്റെ കൊടുമുടിയിലാണ് ഒറ്റപ്പാലത്തെ മനുഷ്യർക്കൊപ്പമുള്ള യാത്രയാണിത്. ഇതാ വാഹന വ്യൂഹം ഇവിടെ അവസാനിക്കുമ്പോൾ, അതായത് ഈ റാലിയിൽ പങ്കെടുക്കുന്ന പ്രമുഖരുടെ നേതാക്കളുടെ വാഹന വ്യൂഹം ഇവിടെ അവസാനിച്ചു. ഇനി സെന്റനറി ഗാർഡിന്റെ റാലിയാണ് കടന്നു വരുന്നത്. ഇതിന് പിന്നാലെ ഒറ്റപ്പാലം ടൗണിലൂടെയുള്ള കേരള യാത്രയുടെ അതിഗംഭീരമായ പ്രയാണം. കരിമ്പനയിൽ കാറ്റുപിടിക്കുമ്പോൾ കുതിരക്കുളമ്പടി കേൾക്കുന്ന മഹാഭാവന എഴുതി വെച്ച OV വിജയന്റെ മണ്ണാണിത്. ഈ മണ്ണിലൂടെ അടിവെച്ച് ഇതാ സെന്റിനറി ഗാർഡുകൾ പാലക്കാടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു പോവുകയാണ്. പാലക്കാടിന് ആവേശക്കാറ്റ് പകർന്ന്, പാലക്കാടിന്
പാലക്കാടിന്റെ ചൂടിന് തണുപ്പായി കേരള യാത്ര മാറുകയാണ്. ഇത് കാന്തപുരം ഉസ്താദ് നയിക്കുന്ന 3ാം കേരള യാത്രയുടെ അവിസ്മരണീയമായ ദൃശ്യങ്ങൾ. ഇതാ നമ്മുടെ ഡ്രോൺ ഷോട്ടുകൾ ഒന്ന് കണ്ടു നോക്കൂ. എത്ര മനോഹരമാണ് ഈ യാത്രയെന്ന്, എത്ര മനോഹരമായിട്ടാണ് ഈ യാത്ര കടന്നു പോകുന്നത് എന്ന്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇത് പൊതുജനങ്ങൾക്കുള്ള ഒരു റാലിയല്ല. നിശ്ചയിക്കപ്പെട്ട അംഗങ്ങൾ മാത്രമാണ് ഈ റാലിയിൽ ഉണ്ടാവുകയുള്ളൂ. ആ നിശ്ചയിക്കപ്പെട്ട അംഗങ്ങൾ, അതായത് 313 അംഗ സെന്റനറി ഗാർഡും നേതാക്കളും അതുപോലെ യാത്രാ നായകരും മാത്രമാണ് ഈ റാലിയിലുള്ളത്. എന്നിട്ട് തന്നെ ഇവിടം സൂചികുത്താനിടമില്ലാത്ത വിധം ആളുകൾ റോഡ് സൈഡിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് പാലക്കാട്ട് കാണുന്നത്. നെല്ലറയുടെ മണ്ണിൽ ഈ സായന്തനം വെയിൽ അസ്തമിക്കുകയാണെങ്കിലും ആ സൂര്യന്റെ ചൂട് ഏറ്റുവാങ്ങിക്കൊണ്ട്, പടിഞ്ഞാറ് നിന്ന് അസ്തമയത്തെ സൂര്യന്റെ ചൂട് ഏറ്റുവാങ്ങിക്കൊണ്ട് ജനത ഇതാ നഗരഹൃദയങ്ങളിലേക്ക് ചൂടുവെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാന്തപുരം ഉസ്താദിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആയിരങ്ങൾ ഈ നഗരഹൃദയത്തിലേക്ക് ഒഴുകി വരുന്നു. ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴുകി വരുന്നു. ഇതാണ് ആവേശം എന്ന് പറയുന്നത്. ഇതാണ് ജനങ്ങൾ. ഒരു മലമ്പുഴ അണക്കെട്ടിന്റെ നാടാണിത്. അണമുറിഞ്ഞ ജലപ്രവാഹം, മലമ്പുഴ അണക്കെട്ടിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ അണമുറിഞ്ഞ ജലപ്രവാഹം. ഇത് കാന്തപുരം ഉസ്താദിനോടുള്ള മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശത്തോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യമാണ് പ്രകടമാക്കുന്നത്. അതെ, പാലക്കാടിന്റെ തെരുവോരങ്ങളിലൂടെ റാലി കടന്നു പോകുമ്പോൾ എന്തൊരു മഞ്ചാണ് ഈ റാലിക്ക്. കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന കേരള യാത്രയുടെ റാലിയാണ് സ്വീകരണ വേദിയിലേക്ക് ഇതാ എനിക്കൊപ്പമുള്ള സെന്റനറി ഗാർഡുകളുടെ അകമ്പടിയോടുകൂടി കടന്നു പോകുന്നത്. പാലക്കാടിന് എന്തൊരു അഭിമാനപൂർവ്വമുള്ള കാഴ്ചയായിരിക്കും ഇത്. മലമ്പുഴ അണക്കെട്ടിന്റെയും പറമ്പിക്കുളം അണക്കെട്ടിന്റെയും നാടാണിത്. ആ അണക്കെട്ടുകളുടെ ജലപ്രവാഹത്തെ അമ്പരപ്പിക്കുന്ന തരത്തിൽ ഇതാ മഹാജനപ്രവാഹം. അണക്കെട്ട് തുറന്ന് വിട്ടതുപോലെയുള്ള ജലപ്രവാഹം. ഇത് കാന്തപുരം ഉസ്താദിനോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യമാണ്. മനുഷ്യത്വത്തെക്കുറിച്ചുള്ള മുദ്രാവാക്യത്തോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യമാണ് പ്രകടമാക്കുന്നത്. ജനങ്ങൾ ഒഴുകി വരികയാണ്. ഈ മഹാപ്രവാഹത്തിൽ പങ്കാളികളാകാൻ വേണ്ടി ജനങ്ങൾ എത്രയോ നേരത്തെ ഉച്ചവെയിലിന്റെ ചൂടേറ്റ് ജനങ്ങൾ ഈ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഒഴുകുകയായിരുന്നു. മനുഷ്യത്വം ഒരിക്കലും മരിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 2 കേരള യാത്രകളിലും ഉസ്താദ് ഉയർത്തിപ്പിടിച്ചത് മനുഷ്യത്വം തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ ഈ 3ാം കേരള യാത്രയിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ പ്രസംഗിച്ചപ്പോൾ അവരൊരു കാര്യം പറയുകയുണ്ടായി. കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്കന്ന് സാക്ഷിയായി എന്ന്. അശാന്തമായി കിടന്ന പലയിടങ്ങളും കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര കടന്നുപോയതിന് പിന്നാലെ ശാന്തമായ ചരിത്രം ചിലർ ഓർത്തെടുക്കുകയുണ്ടായി. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും കേരളത്തിൽ ഇതിഹാസം രചിച്ചുകൊണ്ടിരിക്കുകയാണ് സുൽത്താനുൽ ഉലമയുടെ ഈ ഗംഭീരമായ കേരള യാത്ര. ഓരോ ജനപദങ്ങളിലും ജനങ്ങളുടെ ആവശ്യങ്ങളും ആവലാതികളും ഏറ്റെടുത്തുകൊണ്ട് അവ ഒരു സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള വലിയ നിവേദനമാക്കി മാറ്റിക്കൊണ്ടുള്ള വലിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റ യാത്രയാണ് ഇത് എന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ആവശ്യങ്ങളാണ് ജനങ്ങൾ ഈ യാത്രയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ പാലക്കാട്ടെത്തിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു ലോറി തൊഴിലാളി വന്നിട്ട് ആ ലോറി തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ ഞങ്ങളോട് പറയുകയുണ്ടായി. അത് കാന്തപുരം ഉസ്താദിനെ ശ്രദ്ധയിൽപ്പെടുത്താമോ എന്ന് ചോദിക്കുകയുണ്ടായി. അത്തരത്തിൽ ജീവിതത്തിന്റെ സകല മേഖലയിലുമുള്ള ആൾക്കാർ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഒരു വലിയ ജനമുന്നേറ്റമായി ഇത് മാറിയിരിക്കുകയാണ്. ഇതാ കേരള യാത്ര ഇങ്ങനെ ഈ ഒറ്റപ്പാലത്തിന്റെ നഗരവീഥികളിലൂടെ കടന്നു പോകുമ്പോ കേരള മുസ്ലിം ജമാഅത്ത് നേതാവ് മുഹമ്മദ് പറവൂർ സാർ നമ്മളോടൊപ്പം ചേരുകയാണ്. പറവൂർ മാഷെ, നമ്മള് കഴിഞ്ഞ ജില്ലകളിലൊക്കെ കണ്ടതുപോലെ അതേ വീറും വാശിയും തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് ഓരോ യാത്ര സ്വീകരണ സമ്മേളനങ്ങളും റാലികളെ ബഹുജനങ്ങൾ ഏറ്റെടുത്ത പോലെയാണ്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവും കേരള യാത്രയെ മൊത്തം ജനങ്ങൾ ഏറ്റെടുത്ത പദ്ധതിയാണ്. ഓരോ സ്ഥലത്തും ഇന്ന് പാലക്കാട് നെല്ലറയിലെത്തിയപ്പോൾ വളരെ ആവേശോജ്വലമായ സ്വീകരണത്തിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യരെല്ലാം കാന്തപുരം ഉസ്താദിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. മനുഷ്യർക്കൊപ്പം നിൽക്കാനുള്ള ഒരു നേതാവ് ഉസ്താദാണെന്ന് തുറന്നു പറയുകയാണല്ലോ ഈ പുരുഷാരം. നിർമ്മാണാത്മകമായ ഇടപെടലുകൾക്കും നയരൂപീകരണങ്ങൾക്കുമുള്ള പൊളിറ്റിക്കൽ അവയർനെസ് സംവിധാനവും പ്രസ്ഥാനത്തെ സമൂഹത്തിൽ അടയാളപ്പെടുത്തി. മനുഷ്യർക്കിടയിലെ ഒരുമയും
പോലെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണാനിരിക്കുന്നത് ഇത്തരം കാഴ്ചകൾ തന്നെയായിരിക്കും. മലപ്പുറത്ത് സൃഷ്ടിച്ച മഹാസമുദ്രം ഇതാ ഒറ്റപ്പാലത്തും സൃഷ്ടിക്കാൻ ഇവിടുത്തുകാർ ഒരുങ്ങിയിരിക്കുകയാണ്. അല്ലേ ബിജു? പാലക്കാട്ടെത്തുമ്പോൾ മലപ്പുറത്തെ ജനപ്രവാഹത്തോട് കിടപിടിക്കുന്ന തലത്തിൽ പാലക്കാട്ടെ ജനതതി ഈ സമ്മേളന നഗരിയിലേക്ക് നമ്മളിപ്പോൾ സമ്മേളന നഗരിയിലേക്ക് പാലക്കാടിന്റെ ഒറ്റപ്പാലത്തിന്റെ ഹൃദയ ഭൂമിയായി നിൽക്കുന്ന ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലാണ് ഇവിടുത്തെ പൊതുസമ്മേളനം നടക്കുന്നത്. അവിടേക്ക് ഇതാ യാത്ര എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് നമ്മൾ അടുക്കുകയാണ്. കഴിഞ്ഞ 9 ദിവസമായി നമ്മൾ ഈ യാത്രയോടൊപ്പം ഉണ്ട്. അല്ലെ ബിജു? എങ്ങനെയാണ് ബിജുവിന്റെ ഈ റാലിയിൽ പങ്കെടുക്കുമ്പോൾ ഉള്ള അനുഭവം? തീർച്ചയായും 9 ദിവസം കടന്നുപോയി എന്ന ഒരു തോന്നൽ പോലും ഇല്ല. അത്ര ആവേശത്തിലാണ്, ഒരു വിരസതയും ഇല്ലാതെയാണ് നമ്മൾ ഈ യാത്രയ്ക്ക് പിന്നാലെ കടന്നു വരുന്നത്. ജനങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി, അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി ഒഴുകി വരികയാണ്. ഈ മലമ്പുഴയുടെ നാട്ടിൽ പോലും, ഈ പാലക്കാടിന്റെ മണ്ണിൽ പോലും, കാർഷിക വികാരമുള്ള മണ്ണിൽ പോലും ജനങ്ങൾ എത്രയോ നേരത്തെ ഉച്ചയോടെ ജനങ്ങൾ ഈ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഒഴുകി വരികയാണ്. അത്രയേറെ വൈകാരികമായി ജനങ്ങൾ ഈ യാത്രയെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിലേക്ക് കയറാനുള്ള ആവേശങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഉസ്താദ് പകരുന്ന ആത്മീയ പ്രഭ, അതിനപ്പുറം ഉസ്താദ് നൽകുന്ന മനുഷ്യത്വം. ഇതൊക്കെയാണ് ഈ ബസ് സ്റ്റാൻഡ് ഇതാ നിറഞ്ഞു നിൽക്കുന്ന പുരുഷാരുണ്ടല്ലോ, ഇവരൊക്കെ ഈ ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ യാത്രയെ അനുഗമിക്കുന്നത്. തീർച്ചയായും മനുഷ്യർക്കൊപ്പം എന്ന വികാരം കേരളത്തിലെ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അത് പലരും നേരത്തെ പറഞ്ഞിരുന്നത് മലപ്പുറം കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രവാഹത്തിൽ ഒരു കുറവുണ്ടാകുമെന്ന് പാലക്കാട്ടേക്ക് ജനങ്ങൾ ഒഴുകി വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു കാര്യം മനസ്സിലാക്കാം, ഈ യാത്രക്ക് കോഴിക്കോട് എന്നില്ല, മലപ്പുറം എന്നില്ല, കാസർഗോഡ് എന്നില്ല, കണ്ണൂർ എന്നില്ല, എറണാകുളം എന്നില്ല, എല്ലായിടത്തും മനുഷ്യർ ഒരുങ്ങിയിരിക്കുകയാണ് കാന്തപുരം ഉസ്താദിനെ സ്വീകരിക്കാൻ. കാരണം മനുഷ്യത്വത്തിന് വേണ്ടി ഇത്രയധികം ശബ്ദിക്കുന്ന ഒരു നേതാവ്, മറ്റൊരു താല്പര്യങ്ങളും ഇല്ലാതെ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് സധൈര്യം ഇറങ്ങിച്ചെല്ലുന്ന ഒരു നേതാവ്, അത് ഈ സമീപകാല ചരിത്രത്തിലൊന്നും അങ്ങനെ ഒരാളെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയില്ല ബിജു. തീർച്ചയായും മനുഷ്യർക്കൊപ്പം എന്ന വികാരം, മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം കേരളത്തിന്റെ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതിന് തെളിവാണ് ഈ പുരുഷാരം. ഉച്ചക്ക് നട്ട വെയിലത്ത് തന്നെ ജനങ്ങൾ ഈ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഒഴുകി വരികയാണ്. കുറെ നേരമായില്ലോ ഉസ്താദിനെ കാത്തിരിക്കുന്നു? എങ്ങനെയുണ്ട് ഇവിടുത്തെ ആളുകളും തിരക്കൊക്കെ എങ്ങനെയാണ്? നല്ല തിരക്കാണ്. നല്ല തിരക്ക്, എത്ര നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലനെ കവച്ചു വെക്കുന്ന അതാണ് ഇവരുടെ ഒരു ആവേശം. മലപ്പുറം ജില്ലയെ കവച്ചു വെക്കുമെന്നാണ് പറയുന്നത്. ഈ തിരക്ക് മലപ്പുറം ജില്ലയെ കവച്ചു വെക്കുമോ? അതാണ് മലപ്പുറം ജില്ലയിൽ ഇത് നമ്മുടെ സാന്ത്വനത്തിന്റെ വളണ്ടിയർമാരാണ്, അവരാണ് ഈ തിരക്കെല്ലാം നിയന്ത്രിച്ചു നിൽക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, ആ പോലീസുകാരുടെ ദൃശ്യങ്ങൾ. ഷബീബ ക്യാമറ അങ്ങോട്ട് പോലീസുകാരുടെ ഭാഗത്തേക്കൊന്ന് തിരിക്കൂ. നിങ്ങൾ ഒരു രാഷ്ട്രീയ റാലി കാണുന്ന പോലെയല്ല, കാരണം വളരെ അച്ചടക്കത്തിലുള്ള, പോലീസുകാർക്കൊന്നും ഒരു ഇടപെടലും നടത്തേണ്ടി വരാത്ത ഒരു റാലിയാണിത്. കാരണം ഇവിടെ സ്വയം നിയന്ത്രിക്കുകയാണ് ഓരോരുത്തരും. എത്ര ആളുകൾ വന്നാലും എത്ര മനുഷ്യരെത്തിയാലും ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരുണ്ടെങ്കിലും ഇതിന് ഒരു അച്ചടക്കം ഉണ്ടാകുമെന്നതാണ്. തീർച്ചയായും നമ്മൾ കണ്ടിട്ടുള്ള ഇതുവരെ നടന്ന എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഇങ്ങനെയാണ്. ക്രമസമാധാന പാലനത്തിന് പോലീസുകാരുടെ സേവനം ആവശ്യമില്ലാത്ത വിധത്തിൽ ഓരോ മനുഷ്യരും ഓരോ വളണ്ടിയർമാരായി ഈ സമ്മേളന നഗരിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണെങ്കിൽ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് സ്റ്റാൻഡിൽ എത്ര ജനങ്ങൾക്ക് വരാനുള്ള പോലീസുകാരോട് തന്നെ ചോദിക്കാം, കാരണം എല്ലാ റാലികളും കാണുന്നവരാണല്ലോ. എങ്ങനെയുണ്ട് നമ്മുടെ റാലി കണ്ടില്ലല്ലോ, ഏതെങ്കിലും അച്ചടക്ക ലംഘനത്തിനൊക്കെ ഭാഗമായി പോലീസിന് ഇടപെടേണ്ടതിൽ സാധ്യതയില്ല. പൊതുവിൽ ഇത്തരം വലിയ റാലികളൊക്കെ നടക്കുന്ന സമയത്ത് വലിയ തോതിലല്ലേ ട്രാഫിക് നിയന്ത്രിക്കാനൊക്കെ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവാറില്ലേ? അല്ല, അത് ഏത് ജനക്കൂട്ടം വരുമ്പോഴും അങ്ങനെ നിയന്ത്രണം ആവശ്യമാണ്. പൊതുവെ ഇത്തരം പരിപാടികളിൽ അത് ആളുകൾ സ്വയം നിയന്ത്രിക്കുന്നതായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്, നിയന്ത്രണമുള്ള അച്ചടക്കമുള്ള ഒരു ഗംഭീരമായ റാലി. അതാണ് ഇപ്പോൾ ഈ നഗരത്തിലേക്ക് എത്തുന്നത്. ഉസ്താദിന്റെ വാഹനം ഇവിടേക്ക് പ്രവേശിച്ചിരിക്കുന്ന തെളിവാണ്. വേദിയിൽ നിന്ന് ഒഴുകി കേൾക്കുന്ന ഈ ഗാനം.
അങ്ങനെ റാലിയുടെ ആദ്യ നിര ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് പിന്നാലെയായിരിക്കും അടക്കമുള്ള നേതാക്കളുടെ റാലി കടന്നു വരിക. തങ്ങളൊക്കെ നല്ല ആവേശത്തോടു കൂടി ഈ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേതാക്കളെല്ലാം അത്രയ്ക്ക് പ്രതീക്ഷയോടു കൂടിയാണ് ഈ മനുഷ്യ സാഗരത്തെ കാണുന്നത്. ഉസ്താദിന്റെ വാഹനവും ഇവിടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. പ്രസന്നവാനായി തന്റെ പ്രിയപ്പെട്ട അനുയായികളെ കാണുമ്പോഴുള്ള ആവേശവും ഉസ്താദിന്റെ മുഖത്തിൽ നിന്ന് പ്രകടമാണ്. നല്ല ആവേശത്തോടു കൂടി തന്നെയാണ് റാലിയിലേക്ക് വരുന്നത്. എന്തായാലും ഇത് ഗംഭീരമായ ഒരു റാലിയായി മാറുകയാണ്. ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ, ഒറ്റപ്പാലത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്ര ഗംഭീരമായ ഒരു കേരള യാത്രാ റാലി ഇതിനും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ക്യാമറമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം എം വിജുശങ്കറിനൊപ്പം സൈൻ ഓഫ് ബൈ സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.